ദീപങ്ങളുടെയും പ്രകാശത്തിന്റെയും ഉത്സവമാണ് ദീപാവലി. മൺചിരാതുകളുടെയും വൈദ്യുതി വിളക്കുകളുടെയും വെളിച്ചവും സന്തോഷവും സമൃദ്ധിയും വിളിച്ചോതുന്ന ദിനം. കാർത്തിക മാസത്തിലെ അമാവാസി രാത്രിയാണ് ദീപാവലിയായി ആഘോഷിക്കുന്നത്. ഇരുളിനെ അകറ്റി പ്രതീക്ഷയുടെ വിളക്കുകൾ തെളിയുന്ന ദീപാവലിക്ക് ഐതിഹ്യങ്ങൾ പലതുണ്ട്. രാമായണ മാസം അനുസരിച്ച് 14 വർഷത്തെ വനവാസത്തിനു ശേഷം ശ്രീരാമനും സീതയും ലക്ഷ്മണനും അയോധ്യയിലേക്ക് മടങ്ങിയെത്തിയ ദിനമാണ് ദീപാവലി. അയോധ്യയിലെ ജനങ്ങൾ മൺവിളക്കുകൾ തെളിയിച്ച് അവരെ വരവേറ്റു. അതാണ് ഈ ഉത്സവത്തിന്റെ ആരംഭം. മറ്റൊരു കഥയിൽ സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവി സമുദ്രത്തിൽ നിന്ന് അവതരിച്ച ദിനമാണ് ദീപാവലി. അന്ന് മഹാവിഷ്ണുവിനോടുള്ള ദേവിയുടെ വിവാഹവും നടന്നു എന്ന് വിശ്വസിക്കുന്നു. അതിന്റെ സ്മരണയ്ക്കായി ഇന്നും വിളക്കുകൾ തെളിയിക്കുന്നു. ബംഗാളിൽ കാളി പൂജയായും ഉത്തരേന്ത്യയിൽ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിനമായും ജൈനമതത്തിൽ മഹാവീരന് ജ്ഞാനോദയം ലഭിച്ച ദിനമായും ദീപാവലി ആഘോഷിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ ഇത് വിളവെടുപ്പിന്റെ സന്തോഷവും സമൃദ്ധിയുടെ പ്രതീക്ഷയുമാണ്. കുബേരനെയും ലക്ഷ്മി ദേവിയെയും ആരാധിച്ച് സമ്പത്തിനായും സുഖത്തിനായും പ്രാർത്ഥിക്കുന്നു. വെളിച്ചം ഇരുളിനെ ജയിക്കുന്ന ദിനം, നന്മ തിന്മയെ തോൽപ്പിക്കുന്ന ദിനം, അതാണ് ദീപാവലി. സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും വെളിച്ചത്തിന്റെയും ദീപാവലി ആശംസകൾ. അപ്പോ ഇതുപോലുള്ള വീഡിയോസിനായി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ.